Hello, welcome to another episode of Variety Kitchen. It's me, Hari. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വട വച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ടുഡേ ഐ എം മേക്കിംഗ് എ ഡിഷ് വിത്ത് വട. ഇറ്റ്സ് എ സെമി ഗ്രേവി ഡിഷ്. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇറ്റ് ഗോസ് ഗുഡ് വിത്ത് ചപ്പാത്തീസ്. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ ആയിട്ട് നന്നായിട്ട് പോകുന്നത്. ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. Okay, so for the vada curry, we need, of course, vada mix. So this is the vada mix. This is the instant vada mix I bought, but you can make also the vada mix. Then you need to fry this first. That I'll show you. Along with the vada mix, you need potatoes, 2 potatoes, coriander leaves for garnish. Then onion, coconut milk powder is around 3 spoon. Onion is around 3 onions. And jeera 1 spoon, then turmeric powder half spoon, then garam masala half spoon, then chili powder 1.5 spoon, and coriander powder 1.5 spoon. ഒന്നുകൂടെ പറയാം, നമുക്ക് ഈ വട മിക്സിന് ഇത് വടക്കറിക്ക് വേണ്ടത് വട മിക്സ് ആണ്. വട മിക്സ് എന്ന് പറയുന്നത് നമുക്ക് വട ഉണ്ടാക്കാം, വീട്ടിൽ ഉണ്ടാക്കാം, ഉഴുന്നുവടയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് മിക്സ് വാങ്ങാൻ കിട്ടും. അത് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചതാണ്. പ്ലസ് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം, ഉള്ളി ഒരു 3 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങാപ്പാൽപ്പൊടി ഇതൊരു 3.5 സ്പൂണുണ്ട്, പിന്നെ കൊറിയൻഡറും മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, ജീരം വേണം, ജീരം ഒരു 1/2 സ്പൂൺ ഇടുക, 1.5 സ്പൂണ് ചുവന്ന മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ അല്ല 1 സ്പൂൺ വരെ ഇടാം. പിന്നെ ഇതാണ് ഗരം മസാല 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ രുചിക്കനുസരിച്ച് ഇടാം. നമുക്കിതിന് ആദ്യം പിന്നെ ഇത് മല്ലിയില അവസാനം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വട ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഈ വട കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വട ഇങ്ങനെ നോർമൽ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണ്ട, ചെറിയ ബോൾസ് എല്ലാം ഇട്ടാൽ മതി. സോ വെൻ വി മേക്ക് വട, വെൻ യു ഫ്രൈ ദിസ്, യു ഡോണ്ട് ഹാവ് ടു മേക്ക് സർക്കിൾ, യു ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് എ സ്മോൾ ബോൾ. യു ക്യാൻ ഡിപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. You can see, very easy to make. So like this you need to make all the you need to make first the vada. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ വട ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, നമ്മുടെ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞായിരുന്നു, അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. വട നമ്മുടെ ഫ്രൈ ചെയ്ത് കാണാം. സോ ഐ ഫ്രൈഡ് ദറ്റ് വട തിങ്. So it's all, you can see this is the shape, should make it a round shape. And now what we will do, we will we'll start make the curry. So for that we need cinnamon. So നമുക്ക് ഇനി കറി ഉണ്ടാക്കാം, അതിന് നമുക്ക് ആവശ്യം cinnamon ആണ് ആദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പം I forgot to tell you early, but just add 3 spoon of oil, 3 സ്പൂൺ എണ്ണയിൽ 2 to 3 flakes of cinnamon, and ഒരു 3 ഏലക്കയും കൂടി ഇടണം. സോ സിനമൺ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഏലക്ക ഇതിലേക്ക് ഇടുക. സോ ഐ will add cardamom also, around 4 cardamom, and on top, so the oil is getting it's hot now, so I'll add on top, I'll add onion. So അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉള്ളി ഇടാണ്. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. സോ ലെറ്റ്സ് saute this onion till it's become golden brown color. Okay, ഇപ്പം ഒണിയൻ ഏകദേശം ആയിട്ടുണ്ട്. സോ ഒണിയൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഗോൾഡൻ ബ്രൗൺ കളർ now. So this time we'll add the potatoes. I cut 2 potatoes in cubes. 2 പൊട്ടറ്റോ ഈ സമയത്ത് ഇപ്പോൾ ഒണിയൻ ആയിട്ടുണ്ട്. ഈ സമയത്ത് 2 പൊട്ടറ്റോസ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇടും. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉപ്പും മുളകും ഒന്നും ചേർക്കണ്ട. നൗ ഡോണ്ട് ഹാവ് ടു മേക്ക് എനി മസാലാസ്. സോ ലെറ്റ് ദിസ് ഗെറ്റ് കുക്ക്ഡ് വെൽ. ഇതൊന്ന് നന്നായിട്ട് കുക്കാവണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കും. സോ ഐ വിൽ ആഡ് 1 cup of water on top of this. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വയ്ക്കാം ഒന്ന് കുക്കാവാനായിട്ട്. സോ യു ക്യാൻ ക്ലോസ് വിത്ത് ദ ലീഡ് for another
5 to 10 minutes. ഒരു 10 മിനിറ്റിലേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ട്. Now it's almost 10 minutes. I'll open the lid. Yeah, it's the water got absorbed and I think the potatoes got, I mean it's cooked well. അതിൻ്റെ വെള്ളം മുഴുവൻ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കുക്കായിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവാണ്. ദിസ് ഇസ് എ റൈറ്റ് കൺസിസ്റ്റൻസി. സോ ദിസ് ടൈം വിൽ ആഡ് ഓൾ ദ മസാലാസ്. സോ I'll add first chili powder, as I said 1.5 spoon. ഒരു ചില്ലി പൗഡർ ഒരു 1.5 സ്പൂണ് ഇട്ടു. അതിൻ്റെ പുറത്തേക്ക് മല്ലിപ്പൊടി, കൊറിയൻഡർ പൗഡർ. I'll add small spoon, like almost half spoon. You can add more if you like coriander taste, I mean coriander powder taste better. I mean നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗരം മസാല, like garam masala you need to put 1 spoon, full spoon. I'll add a little more. Yeah, so almost 1 spoon now. And turmeric powder half spoon. So masalas are ready now, and let's mix well. Salt I have not put. ഇതുവരെ സോൾട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഈ മസാലയുടെ ടേസ്റ്റ്, ഐ മീൻ മസാലാസ് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ഇടാം. എപ്പോഴും എന്തിട്ടാലും ഗരം മസാല മുന്നോട്ട് നിൽക്കണം. So you can add masala according to your taste, but whenever you mix, you make sure that the garam masala should be I mean should have the more taste, so you have to add more garam masala in it. So this is for almost 300 I think 300 grams of, I'm not sure, sorry, half kg of vada mix. No, I think it's around 300 gram of vada mix. ഒരു 300 gram vada mixലാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. സോ ഇതിനെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം വിടുക. So you have to leave it like this for another 5 minutes on a slow flame. Almost 5 minutes now it's almost 5 minutes. This time you need to add the jeera. നേരത്തെ പറഞ്ഞ ജീരം ഒരു ഹാഫ് സ്പൂൺ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിൻ്റെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, I never told you, but if you like it, I love always the pepper taste, so I'll add little pepper. So it's almost half a spoon of pepper. If you don't like it, you can ignore this. Since I like it, so I add almost a half spoon pepper. Pepper ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വിടുക, എൻ്റെ ആവശ്യമില്ല. ഇതിനൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇപ്പം എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം. So now once you mix this well, add a glass of water. This time you can add salt. So it's almost 1 spoon of salt. Mix well. I always say salt is on your, I mean as per your taste. എപ്പോഴും പറയാനുള്ള സോൾട്ട് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പം ആയിട്ടുണ്ട്, നല്ല മിക്സായി വിത്ത് സോൾട്ട്. ദിസ് ടൈം വിൽ ആഡ് ദ കോക്കനട്ട് മിൽക്ക്. ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്യുക. കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ മിക്സ് the coconut milk well, and I add a little water because little left in it. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി നമുക്ക് കാണാം. It's become very thick consistency. At this time you can leave it for 1 minute like this. Then you can add the water on, I mean you can mix the water. ഇപ്പം ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വട നമുക്ക് ഇടാം. So it's depends on you. You can make it a thick consistency, or you can make it little I mean semi gravy kind of thing. So നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് തിക്കും ആക്കാം, സെമി ഗ്രേവി ആക്കാം. ഞാനിതിന്നിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ചെയ്യുന്നത്. ചപ്പാത്തിയുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം. So I'm going to make this for today chapati. So for that you need more gravy.
So I'll add 1 more glass of water and leave this for another 5 minutes to blend well with a closed lid. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു ക്ലോസ് ലിഡ്, ഐ മീൻ അത് പാത്രം വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം 5 മിനിറ്റ്. ഇതൊരു 5 മിനിറ്റ് ആയി. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ്. Okay, now you can see gravy is ready. You can see very thick as well as and I mean little I would say is a semi gravy type. And this time we can garnish it. You can garnish with I always do a little chili on top and then coriander leaves. This time you can taste salt and spices accordingly. If it's less, don't add chili powder but add pepper. Now I will close the flame and let's plate it. ഞാൻ എല്ലാം ഗാർണിഷ് ചെയ്തു. എന്താ പറയുക, ചില്ലി മുളക്, ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. അത് മല്ലിയിലയായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കറിവേപ്പില ഇടാം നമുക്ക്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. സ്പൈസ് ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ഇടാവും. ഇനി മുളക് പൊടി ഇടരുത്, അപ്പോൾ മിക്സ് ആവില്ല നന്നായിട്ട്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇത് എരിവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇത് കറക്റ്റാണ്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ പ്ലേറ്റഡ് ദ വട കറി. ജസ്റ്റ് സീ, ഇറ്റ്സ് എ വെജിറ്റേറിയൻ ഡിഷ്, വെരി ഡിലീഷ്യസ് വൺ. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. ട്രൈ ഇറ്റ് ഹോം ആൻഡ് ലെറ്റ് മീ നോ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വടക്കറി ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാം. സോ യു ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് ചപ്പാത്തി. ട്രൈ ദിസ് ഹോം ആൻഡ് ലെറ്റ് മീ നോ.